നമസ്കാരം, വെൽക്കം ടു AISHU'S ഡാൻസ് സ്റ്റുഡിയോ. ഞാൻ ഐശ്വര്യ ദിലീപ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വർണ്ണത്തിൻ്റെ അടുത്ത പോർഷനാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വർണ്ണം നമ്മളിപ്പോൾ പല്ലവി ഫുള്ളായിട്ട് നമ്മൾ ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ജതി, ത്രികാല ജതി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പല്ലവി ഫസ്റ്റ് ലൈൻ ചെയ്തു, സെക്കൻഡ് ജതി, ദെൻ അതിൻ്റെ സാഹിത്യവും ചെയ്തു. ഇനി നമ്മൾ അനുപല്ലവിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ജതി കൂടെ ഉണ്ട്, തേർഡ് ജതി. ആ ജതിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ത്രികാല ജതി, ഇപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് സെക്കൻഡ് ജതി ചെയ്തപ്പോഴൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. സെക്കൻഡ് ജതിയൊക്കെ എങ്ങനെയായിരുന്നു. അതൊരു ചെറിയ ജതിയാണ്. ത്രികാല ജതിനേക്കാൾ കമ്പാരിറ്റീവ്ലി ചെറിയൊരു സാധനമായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ തേർഡ് ജതിയും ചെയ്യുന്നത്. ഒരു ചെറിയ ജതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നോക്കാം. ഇന്നും നമ്മുടെ കൂടെ ഈ ഒരു തേർഡ് ജതി നിങ്ങളുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാനായിട്ട് എൻ്റെ സ്റ്റുഡൻറ്റ് ചന്ദനയാണുള്ളത്. നമ്മളിപ്പോൾ വർണ്ണത്തിൻ്റെ ഫസ്റ്റ് പല്ലവി പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ത്രികാല ജതി, അത് കഴിഞ്ഞ് ഫസ്റ്റ് ലൈൻ സാഹിത്യം നമ്മൾ ഒരു ചെറിയ സഞ്ചാരി ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു സെക്കൻഡ് ജതി ചെയ്തു. അതിൻ്റെ ഒരു സെക്കൻഡ് ലൈൻ, പല്ലവിയുടെ സെക്കൻഡ് ലൈനും തീർത്തു. ഇനി മൂന്നാമത്തെ ജതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് അനുപല്ലവി സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഈ ജതി കഴിഞ്ഞ് അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ തേർഡ് ജതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ഇത് തന്നെയാണ്. ഒരു അഭിനയം കഴിയുന്നു, ബാക്കിലേക്ക് അടിച്ച് വരുന്നു, പോയിട്ട് ഫ്രണ്ടിലേക്ക് കയറി ധളങ്കിന് കയറി വന്നിട്ട് ജതി ചെയ്യുന്നു. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഈ ജതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തട്ടിമിട്ട് കഴിഞ്ഞു, ബാക്കിലേക്ക് അടിച്ച് ധളങ്കിന് കയറി വരും. 2, 3 സ്റ്റാർട്ട്. നീ ദിനം പഠനം പൂരിന്തായേ ധളങ്കു തക്കത്തിക്കു തക്കത്തത്തിക്കിട്ടത്തും. ഇവിടുന്ന് ജതി സ്റ്റാർട്ട് ചെയ്യുന്നത് തദ്ധേണു തദ്ധിമി താഹ തജം തരി താങ്ക് ധണ്ണ താങ്ക് ജണ്ണു താങ്ക്, അങ്ങനെയാണ്. അപ്പോൾ തദ്ധേണു തദ്ധിമി ചെയ്യുന്നത് അരമണ്ഡലത്തിൽ, നാട്യാരംഭത്തിൽ റൈറ്റ് ലെഫ്റ്റ് ത ധി 2 കാലിലും ചവിട്ടണം. അതെങ്ങനെയെന്ന് നോക്കാം. അരമണ്ഡലം റൈറ്റ് ലെഫ്റ്റ് നാട്യാരംഭത്തിൽ ചവിട്ടുക, ത ധി. ഇനി തൈഹി ചെയ്യണം. കൈ രണ്ടും നമ്മൾ ഹംസപക്ഷത്തിൽ അതിങ്ങനെ തിരിച്ചു കൊണ്ടുവരണം. ചെയ്യൂ. നുത്തദ്ധിമ്മി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ആ നോട്ടം കൂടെ വന്നു. അപ്പോൾ ഇനി തദ്ധി നുത്തദ്ധിമ്മി ചേർത്ത് ചെയ്യൂ. 2, 3 സ്റ്റാർട്ട്. തദ്ധി നുത്തദ്ധിമ്മി. ഇനി താഹത്തജം എന്നുള്ളതിന് തയ്യി സമത്തിൽ ചെയ്യണം. ചെയ്യൂ. 2, 3 സ്റ്റാർട്ട്. താഹത്തജം. ഇത് ഈ അടവ് നമുക്കറിയാം ഓൾറെഡി. ഇനി തരി താങ്ക് എന്നുള്ളതിന് നമ്മുടെ കത്തിയടവ്, അത് ഒരു സൈഡിലേക്ക് ചെയ്യാം, റൈറ്റ് സൈഡിലേക്ക്. 2, 3 സ്റ്റാർട്ട്. തരി താങ്ക്. ഇനി അവിടെ നിന്ന് നമ്മുടെ കോർവയടവ് സെക്കൻഡ് വണ്ണിൽ മുഴുമണ്ഡലം ബാക്കിലേക്ക് ഇരുന്ന് തിരിയുന്ന അടവാണ് ധണ്ണ താങ്കിന് ചെയ്യേണ്ടത്. അപ്പോൾ തരി താങ്ക് കത്തിയടവ് ചെയ്തു. തരി താങ്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ചെയ്യും. 2, 3 സ്റ്റാർട്ട്. തരി താങ്ക്. ഇനി അവിടെ നിന്ന് മുഴുമണ്ഡലം ഇരുന്നിട്ട് തിരിഞ്ഞു വരിക. കാല് നല്ലപോലെ നീട്ടി വെക്കണം കേട്ടോ. ഒന്നുകൂടെ ഇരിക്കും. ധണ്ണ താങ്ക്, ധണ്ണ താങ്ക്. ജണു താങ്കിന് തിരിഞ്ഞു വരിക. കത്തിയടവിന് നമുക്കൊന്നുകൂടെ ചെയ്യാം. തരി താങ്കിന്. 2, 3 സ്റ്റാർട്ട്. തരി താങ്ക് ധണ്ണ താങ്ക് ജണു താങ്ക്. ഇത് തന്നെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ചെയ്യുവാണ്. തദ്ധീണു തദ്ധിമിയുടെ അതേ സ്റ്റാർട്ടിങ് ലെഫ്റ്റ്. 2, 3 സ്റ്റാർട്ട്. തക്കധീണു തദ്ധിമി താഹ തജം തണ്ണ താങ്ക് ജണ്ണു താങ്ക് ധിമ്മി താങ്ക്. അപ്പോൾ റൈറ്റ് ലെഫ്റ്റ് ഇത് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ തദ്ധീണു തദ്ധിമി തരി താങ്കാണ് ചെയ്യേണ്ടത്. ചെയ്യൂ. എങ്ങനെയാണ്? തദ്ധീണു തദ്ധിമി മാത്രം. 2, 3 സ്റ്റാർട്ട്. തദ്ധീണു തദ്ധിമി. നമ്മൾ തത്തൈ താഹയിൽ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് തത്തൈ താഹയുടെ ദിത്തൈ ദിത്തൈ താഴത്തേക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തത്. തദ്ധീണു തദ്ധിമി. ഇനി താഹത്തജം തരി താങ്ക്. താഹത്തജം നമ്മളിപ്പോൾ ചെയ്ത ദിത്തൈ ദിത്തൈ തത്തൈ താഹയുടെ ആ അടവിൻ്റെ അതേ കാല് തന്നെ ദിത്തൈ ചെയ്തിട്ട് റൈറ്റിൽ ചെയ്യുമ്പോൾ കൈ മാത്രമാണ് വ്യത്യാസം. ഇവിടെ താഹത്തജമിന്
അലപത്മം റൈറ്റ് ഹാൻഡ് കടകാമുഖത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റുക. അതേപോലെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് വരണം. അപ്പോൾ തദ്ധീനു തദ്ധിമി താഹത്തജം ഒന്നുകൂടെ ചെയ്യും. 2 3 സ്റ്റാർട്ട്. തദ്ധീനു തദ്ധിമി താഹത്തജം. ഇനി തരി താങ്ക് ചെയ്യണം. ചെയ്യൂ. തരി താങ്ക്. ഈ എടുത്ത് വെച്ച് കറങ്ങുന്നത് നമ്മൾ ഉത്പ്ലവന അടവിൻ്റെ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം വൺ നമ്മളിവിടെ ചെയ്യുവാണ്. തരി താങ്ക് റൈറ്റ് സൈഡിലേക്ക്, ഐ മീൻ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് നമ്മൾ കറങ്ങാണ്. അത് തന്നെ നമ്മൾ ലെഫ്റ്റിലേക്കും ചെയ്യണം. ചെയ്യൂ. 2 3 സ്റ്റാർട്ട്. തക്കധീനു തദ്ധിമി താഹത്തജം ധണ്ണ താങ്ക്. അപ്പോൾ ഇനി അടുത്തത് ഇത് കുറഞ്ഞു വരികയാണ് ചൊല്ല് ആക്ച്വലി. അപ്പോൾ ഇനി അടുത്തത് തദ്ധീണു തദ്ധിമി താഹത്തജം തരി താങ്ക്. തക്കധീണു തദ്ധിമി താഹത്തജം ധണ്ണ താങ്ക് ചെയ്തു. ഇനി തദ്ധീണു തദ്ധിമി ധണ്ണ താങ്ക്. തക്കധീണു തദ്ധിമി ജണ്ണു താങ്കാണ് ചെയ്യേണ്ടത്. അത് ചെയ്യൂ. 2 3 സ്റ്റാർട്ട്. തദ്ധീണു തദ്ധിമി തരി താങ്ക്. അപ്പോൾ എന്താ ചെയ്തത്? ബാക്കിൽ നിന്ന് ദിത്തൈ ദിത്തിത്തൈ. കൈ കടക്കാമുഖം മേലെ, ലെഫ്റ്റ്, റൈറ്റ് ഹാൻഡ് ഇവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റിന് ഫ്രണ്ടിൽ നിന്ന് സൈഡിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് തരി താങ്ക് പറയുമ്പോൾ തജ്ജം സൈഡിൽ കാല് കുത്തിയിട്ട് തജ്ജം ചെയ്യുമ്പോൾ ഹംസപക്ഷവും ശിഖരവും പിടിച്ചിട്ട് ഒന്നുകൂടെ അത് തന്നെ ലെഫ്റ്റ് റൈറ്റ് രണ്ട് സൈഡിലേക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചേർത്ത് ചെയ്യാം. 2 3 സ്റ്റാർട്ട്. തദ്ധീനു തദ്ധിമി തരി താങ്ക്. തക്കധീനു തദ്ധിമി ധണ്ണ താങ്ക്. ഇതിന് ശേഷം തദ്ധീണു തദ്ധിമി തക്കധീണു തദ്ധിമി. നമ്മൾ തെയ്യാ തെയ്യി പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ അലപത്മം പിടിച്ചിട്ട് ചെയ്യുന്ന തെയ്യാ തെയ്യി ചെയ്യൂ. 2 3 സൈഡിലേക്കാണ് ചെയ്യേണ്ടത്. 2 3 സ്റ്റാർട്ട്. തദ്ധീണു തദ്ധിമി തക്കധീണു തദ്ധിമി. രണ്ട് സൈഡിലേക്കും കൈകളൊക്കെ നല്ല നിവർത്തി ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് തെയ്യാ തെയ്യി ഒന്നുകൂടെ ചെയ്യാം. 2 3 സ്റ്റാർട്ട്. തദ്ധീണു തദ്ധിമി തക്കധീണു തദ്ധിമി. ഇനി തൈ തൈ തത്താം ധിത്തൈ തത്താം തൈ തൈ തത്താം ധിത്തൈ തത്താം. അതിൻ്റെ ഈ ബാക്കിൽ നിന്ന് എടുക്കുന്നത് മാത്രം ചെയ്യണം. തദ്ധീനുത്ത തക്കധീനുത്ത എന്നുള്ളത് അതെങ്ങനെയാണെന്ന് നോക്കാം. 2 3 സ്റ്റാർട്ട്. തദ്ധീനുത്ത തക്കധീനുത്ത. ഇതിന് ശേഷം നമ്മൾ തരിത്ത ധണത്ത ജണുത്ത ദിത്തിത്തൈ 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 ആണ് ചെയ്യുന്നത്. രണ്ട് കൈയും ശിഖരം പിടിച്ചിട്ട് റൗണ്ടിലെടുക്കുകയാണ്. ദിത്തിത്തൈ ദിത്തിത്തൈ. തേർഡ് വൺ രണ്ട് കൈയും അലപത്മം ഫ്രണ്ടിൽ നിന്ന് ചെസ്റ്റിലേക്ക് കടക്കാമുഖം മാറ്റണം. ദിത്തിത്തൈ ചെയ്യൂ. 2 3 സ്റ്റാർട്ട്. തരിത്ത ധണത്ത ജണുത്ത. ഇനി തൈ ദിത്തിത്തൈ തൈ ദിത്തിത്തൈ തൈ ദിത്തിത്തൈ തത്തിക്കിണ്ണത്തും ചെയ്യണം. അതിനുശേഷം ഒരു ത ഗ്യാപ്പ് വരും. തത്തിക്കിണ്ണത്തും 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 ത ചെയ്യൂ. 2 3 സ്റ്റാർട്ട്. തത്തിക്കിട്ടത്തും 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 ത. അപ്പോൾ തത്തിക്കിണ്ണത്തും 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 ത കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് തരിത്ത ധണത്ത ജണുത്ത. 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് നടക്കുവാണ്. അതിൻ്റെ കൈ രണ്ടും നമ്മൾ പതാക കുറച്ച് കുഴിച്ച പതാക നമ്മൾ അലാരിപ്പിലൊക്കെ പഠിച്ചിട്ടില്ലേ അങ്ങനെ തരിത്ത ധണത്ത ജണുത്ത ചെയ്യണം. ചെയ്യൂ. 2 3 സ്റ്റാർട്ട്. തരിത്ത ധണത്ത ജണുത്ത. മൂന്നാമത്തേത് എടുത്ത് വെക്കുമ്പോൾ അരമണ്ഡലത്തിലേക്കാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അത് തരിത്ത ജണുത്ത ധിമിത്ത. ഇനി തത്തിക്കിണ്ണത്തും നമ്മൾ ആദ്യത്തേൽ ചെയ്തത് തരിത്ത ധണത്ത ജണുത്ത തത്തിക്കിണ്ണത്തും 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 ത. പിന്നെ തരിത്ത എന്നുള്ളത് നമ്മൾ സ്പീഡാക്കി. തരിത്ത ധണത്ത ജണുത്ത തദ്ധീം കിണ്ണത്തും തദ്ധീം കിണ്ണത്തും തദ്ധീം കിണ്ണത്തും ത. അപ്പോൾ തൈ തൈ ധിത്തിത്തൈ തൈ തൈ ധിത്തിത്തൈ തൈ തൈ ധിത്തിത്തൈ ത ചെയ്യൂ. 2 3 സ്റ്റാർട്ട്. തൈ തൈ ധിത്തിത്തൈ തൈ തൈ ധിത്തിത്തൈ തൈ തൈ ധിത്തിത്തൈ ത. ഇനി തരിത്ത ധണത്ത ജണുത്ത അത് കുറച്ചുകൂടെ സ്പീഡാക്കി. അപ്പോൾ നമ്മൾ ഉത്പ്ലവന അടവാണ് ചെയ്യുന്നത്. ചെയ്യൂ. 2 3 സ്റ്റാർട്ട്. തരിത്ത ധണത്ത ജണുത്ത. അപ്പോൾ തജ്ജം 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 ഫ്രണ്ടിലേക്ക് ചെയ്തു. ഇനി ത ധീം കിണ്ണത്തും ത ധീം കിണ്ണത്തും ത ധീം കിണ്ണത്തും തൈ തൈ ധിത്തിത്തൈ ചെയ്യണം. ചെയ്യൂ. 2 3 സ്റ്റാർട്ട്. ത ധീം കിണ്ണത്തും ത ധീം കിണ്ണത്തും ത ധീം കിണ്ണത്തും. അപ്പോൾ ഇവിടെ നമ്മുടെ തേർഡ് ജതി കംപ്ലീറ്റ് ആയി. അപ്പോൾ ലാസ്റ്റ് ചെയ്ത ആ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായോ
ക്ലിയർ ആക്കാൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് ഈ ദിത്തിത്തയിൽ, മറ്റേത് നമ്മൾ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. തത്തീണു തത്തിമി താഹ തജം തരി താങ്ക് തണ താങ്ക് ജനു താങ്ക്. അതിൻ്റെ ആ തരിത്താങ്ക് അവിടെ നിന്ന് അങ്ങനെ ഓരോ ലെറ്റേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് നമ്മൾ ചെയ്തത്. ഇനി ലാസ്റ്റ് ചെയ്തത് തരി ത ധണ ത ചുണു ത തത്തിക്കിട്ടത്തും 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 ത. അതാണ് നമ്മൾ ചെയ്തത്. പിന്നെ തരിത്ത എന്നുള്ളത് നമ്മൾ തരിത്ത ധണത്ത ജണുത്ത അങ്ങനെയായി. തരിത്ത വാക്ക് ബാക്ക് വാക്ക്, തരിത്ത ധണത്ത ജണുത്ത തധീം കിണ്ണത്തും തധീം കിണ്ണത്തും തധീം കിണ്ണത്തും ത. തരിത്ത ധണത്ത ജണുത്ത തധീം കിണ്ണത്തും തധീം കിണ്ണത്തും തധീം കിണ്ണത്തും ത. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ തരിത്ത എന്നുള്ള ഇതിൻ്റെ സ്പീഡ് വേരിയേഷനും അതുപോലെ തത്തിക്കിണത്തും തക്ക തത്തിക്കിണത്തും നമ്മൾ എന്താ ചെയ്തത്, തത്തിക്കിണത്തും കഴിഞ്ഞിട്ട് തദ്ധീം കിണത്തും, അതേപോലെ തദ്ധീം കിണത്തും. ആ വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫുൾ വീഡിയോ കിട്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇപ്പോൾ അടവുകൾ ഏതാണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നമ്മുടെ തേർഡ് ജതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതിങ്ങനെ കുറഞ്ഞു വരുന്ന രീതികൾ, ആ കണക്കിലെ വ്യത്യാസങ്ങൾ, അത് താളം നമുക്ക് സെപ്പറേറ്റ് ഇതിൻ്റെ പറഞ്ഞു തരാം ഞാൻ. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും എങ്ങനെയാണ് ആ കണക്ക് വരുന്നത്, താളം അതിൻ്റെ ആ വേരിയേഷൻ, സ്പീഡ് വേരിയേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്തെങ്കിലും സംശയം നിങ്ങൾക്കിതിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം, ക്ലിയർ ചെയ്ത് തരുന്നതാണ്.